ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ നമ്മുടെ പരിപാടികൾ തുടങ്ങാനിട്ടാ. ഇത് നൂൽപ്പെട്ടിനാണ്, ചായക്ക് നൂൽപ്പെട്ടും മുട്ടക്കറിയാണ്. പിന്നെന്താ പിന്നെ ചോറിന് രസവും അവിയലാണ് കേട്ടോ. അവിയലെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വെക്കുന്ന അവിയലല്ല, കുറച്ച് മുട്ടയും ചെമ്മീനും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. അപ്പോൾ വായ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ദേവട്ടി സ്കൂളിലേക്ക് നൂൽപ്പെട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നൂൽപ്പെട്ടും മുട്ടക്കറിയും ഫസ്റ്റ് റെഡിയാക്കണം. അവൾക്ക് കൊണ്ടുപോകാൻ ഫസ്റ്റ് റെഡിയാക്കണം. ചായ വെക്കണം. ചായ ഒന്ന് ചായക്ക്, ഒന്ന് നൂൽപ്പെട്ടിനെ, ഒന്ന് മുട്ട പുഴുങ്ങാനുള്ളത്. എല്ലാറ്റിലും ഫില്ലാക്കിയിട്ടാ. മുട്ട ഒന്ന് കഴുകട്ടെ, കഴുകിയിട്ട് വരട്ടെ. ഫസ്റ്റ് ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി, മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള ഒന്ന് കട്ട് ചെയ്യട്ടെ. മുട്ട വെച്ച പാത്രം ചെറിയ പാത്രമായി മുട്ട. ഞാൻ 3-4 മുട്ട ഇടാൻ ഉദ്ദേശിച്ചു. മുട്ട ആ സമയത്ത് മുല്ലട്ടം പറഞ്ഞു കൂടുതലിടാൻ. അതാണ്ടായത്. ഇത് ചൂടാറട്ടെ. ചൂടാറിയിട്ട് വേണമല്ലോ നമുക്ക് കുഴയ്ക്കാൻ. നമ്മളെ മുട്ടക്കറിക്കാണ് കേട്ടോ. നമ്മളെ കമന്റ് ഇടുന്ന ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. എന്ത് വെച്ച് എല്ലാരും ഭയങ്കര തിരക്കിലാണോ? ആകെ 2-3-4 ആൾക്കാർ തന്നെയാണ് കാണണത്. എല്ലാരും തിരിച്ചു പോയോ? കമന്റ്സ് ഇട്ട വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികൾ ഇടാണ്ട്. മസാല മുളക് പൊടി, മല്ലിപ്പൊടി മറ്റുള്ളത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. തേങ്ങാപ്പാൽ ഞാൻ പിന്നെ അവിടെ എടുത്ത് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ
ചൂടാണ് കേട്ടോ, ചൂട് പോയിട്ടില്ല നൂൽപ്പെട്ടിനെ വെക്കാനേ. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണ്ട, കുറച്ച് ആദ്യം വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. ഇനി അതൊന്നും നന്നായി എന്തായി വരുമ്പോൾ ആ ബാക്കിയുള്ള പാല് ലാസ്റ്റ് വെച്ച് കൊടുക്കണുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മുട്ട തോട് പൊളിക്കണം. നൂൽപ്പെട്ടിനെ വെച്ചിട്ടുണ്ട്, അപ്പം നൂൽപ്പെട്ട് പരക്കണം. വെള്ളം തിളയ്ക്കണമല്ലോ കേട്ടോ, എന്നാലും സാരില്ല. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം, ആയി വന്നോളൂ. ഇനി നമ്മുടെ മുട്ടക്കറിക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൊണ്ട് ഒഴിക്കാനിട്ടാ. ഇന്നലെ എൻ്റെ കറിയിൽ ഉപ്പ് ഇച്ചിരി കൂടിയും പോയി. അപ്പോൾ ഇന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. മുട്ട കൊണ്ട് ഒഴിക്കട്ടെ. ഇനി നമ്മുടെ കോഴിമുട്ട എനിക്ക് ഇട്ട് കൊടുക്കാം. 1 2 3 മുട്ട, 3 ആൾക്ക് ഓരോന്ന് ഇട്ടാ മതി. ഇനി ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ട് തിളയ്ക്കൊന്നും വേണ്ട. കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. മുട്ട പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പൊളിച്ചിടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ തീ ഓഫ് ചെയ്തു. നൂൽപ്പെട്ട് ആവട്ടെ. അതിൻ്റെ ഉള്ളിൽ ബാക്കി കട്ടിങ്ങും കൂടെ കഴിക്കട്ടെ. ദേവുട്ടിക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ശരിയായില്ലോ. ഇനി അവിയില് അടുപ്പത്ത് വെക്കണം, പിന്നെ രസം ഉണ്ടാക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ വറുക്കാൻ പോകാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവിയിലേക്ക് കുറച്ച് ഉണക്കച്ചെമ്മീനും മുട്ടയൊക്കെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് അതിലേക്കുള്ളതാണ്. കുറച്ച് മതി. ഇത് കഴുകിയിട്ടില്ല കേട്ടോ, നമുക്ക് വറുത്തതിൻ്റെ ശേഷം കഴിക്കാൻ മതി. എപ്പോഴും ഞാൻ ഉണക്കച്ചെമ്മീൻ അങ്ങനെ ചെയ്യാറ്. കഴുകിയിട്ട് വറുക്കാറില്ല, വറുത്തതിൻ്റെ ശേഷം കഴുകും. ദേവുട്ടിക്കൊന്നും സ്കൂളിലെ സെൻഡ് ഓഫ് ഒക്കെയാണ് കേട്ടോ. അവരുടെ സ്കൂളിൽ 7ാം ക്ലാസ് വരെ ബോയ്സ് ഉള്ളൂ. അപ്പോൾ ബോയ്സ് ഇപ്രാവശ്യം ദേവുട്ടി 7ലാണല്ലോ. അപ്പോൾ ബോയ്സിന് അടുത്ത വർഷം ഇല്ലല്ലോ. അപ്പോൾ അവർക്കുള്ള സെൻഡ് ഓഫും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ള ത്രില്ലില്ല. ഭയങ്കര എന്താ പറയുക, എന്താ കുറേ സിനിമ പാട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസൊക്കെ. അപ്പോൾ എത്ര ദിവസമായെന്ന് അറിയാം അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇന്നലെ ആണെങ്കിൽ പനിക്കും ചെയ്തു. അപ്പൊ ഇന്ന് പോവാൻ പറ്റില്ലേ എന്നുള്ള ഒരു പേടിയിലൊക്കെ ആയിരുന്നു. പിന്നെ പനിയുടെ ഗുളികയൊക്കെ കഴിച്ച് കിടന്നപ്പോ സ്കൂളിൽ നിന്ന് തന്നെ പകല് പനിച്ചുത്ര. വിളിക്കൊന്നും ചെയ്തില്ല, നേരത്തെ പോയി കൊണ്ടുവരൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ കെടുത്തി കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ലാണ്ടായി, പനിയൊക്കെ വിട്ടു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര ക്ഷീണമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വന്ന വർഷം പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോ ഗുളികയൊക്കെ കൊടുത്ത് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ രാത്രി പനിക്കൊന്നും ചെയ്തില്ല. അപ്പൊ ഇന്നലെ കിടക്കുമ്പോ തന്നെ പറഞ്ഞിട്ടാ കിടന്നത്, അമ്മ എനിക്ക് പോവാൻ പറ്റില്ലേ, നാളെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു പനിച്ചാലും പൊക്കോ, ഡാൻസ് കഴിഞ്ഞാൽ അമ്മ കൊണ്ടുവരാൻ വരുന്നേന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഉഷാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലും ഇതിലാണ് ദേവുട്ടി. ദേവുട്ടിക്കുള്ള കട്ടൻ ചായ ആണ് കേട്ടോ.
അപ്പോൾ ചെമ്മീൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ അവിയലിനെ വെച്ചു. അവിയൽ നമ്മൾ എപ്പോഴും വെക്കണ മാതിരി തന്നെ അതിൽ ഈ പല സാധനങ്ങൾ മിക്സ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇതൊന്നുമില്ല. അതിലേക്ക് മുളകും പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉണക്കച്ചെമ്മീനും മുട്ടയൊക്കെ വരുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് തിന്നാൻ തന്നെ. അപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ പറയണ്ടേ, ഇത് വേവണേൻ്റെ ഉള്ളിൽ ഞാൻ നാളികേരം ചെറിയണം, ദേവുട്ടിക്ക് ചായ കൊടുക്കണം, ലഞ്ച് പാക്ക് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ അതൊക്കെ റെഡി ആക്കട്ടെ കേട്ടാ. ഉണ്ണി നമ്മൾ മാറ്റി വെക്കുകയാണ് ടൈലിക്ക് ഇടാൻ വേണ്ടിയിട്ടേ. കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് വെന്തു. പിന്നെ അരപ്പ് ചേർക്കാം നമുക്ക്. തേങ്ങ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കറണ്ട് പോയിട്ടാ. ഒരുവിധം അങ്ങോട്ട് ആയിട്ടുണ്ട്. ഒന്നുകൂടി ആക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷെ കറണ്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വരും. ആ കറണ്ട് വന്നേ. ഇനി നമുക്ക് ഈ ഉണ്ണി ഉണ്ടല്ലോ, ഉണ്ണി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട്, പൊടിച്ചില്ലെങ്കിലും അത് പൊടിഞ്ഞോളൂ ഇട്ടാ. നമ്മുടെ അളക്കുമ്പോൾ അത് പൊടിയും. എന്നാലും ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോണല്ലോ, അതൊന്ന് മൂടി വെക്കാട്ടോ. ആ പച്ചമണം ഒന്ന് പോയിക്കോട്ടെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ പൊടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ പൊടി ഇട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ തൈര് ഒഴിച്ചിട്ട് എടുക്കുക. തൈരോ പുളി ഏതാണെങ്കിൽ ഒഴിക്കാം. അപ്പം ഞാൻ തൈരാണ് ഒഴിക്കണത്. അങ്ങനെ ഈ അടുപ്പത്തിൽ ഞാൻ രസത്തിന് റെഡിയാക്കട്ടെ കേട്ടോ. അടുത്താണെങ്കിൽ ചെറിയ ജാറ് കേട് വന്നിട്ടിരിക്കുക. അപ്പം ഇടിച്ചിട്ട് വേണം. കുരുമുളകും ജീരകവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇടിക്കല്ലിട്ട് ഇടിക്കണം. ഞാൻ ഇടിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കഴുകി ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് ആവിലേക്ക് ഇടുന്നോട്ടെ. ആ ചെമ്മീനും കൂടെ ഒന്ന് ആയിക്കോട്ടെ. ഞാനത് രസം റെഡിയാക്കട്ടെ. ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കേട്ടോ. എല്ലാം കൂടി ഇടിച്ചു. തക്കാളി, കുറച്ച് മഞ്ഞപ്പൊടി ഇവിടെ മഞ്ഞപ്പൊടി തപ്പാൻ പോയതാ. നമ്മുടെ
മതി കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഇപ്പം എന്തൊക്കെ വേവാൻ അധികം വേവൊന്നുമില്ല. ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ വറക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നെടുത്ത് ഇങ്ങനെ തിന്നും. ഇതിൽ തൈരാണ്, തൈര്. നല്ല ചെമ്മീൻ മുട്ടയുടെ ഒക്കെ മണം അടിപൊളി മണം കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ എടുത്തറിയുമ്പോഴേ തിന്നുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുമ്പോഴേ. ഇനി നമ്മുടെ ഈ ബാക്കിയുള്ള മുട്ടല്ലേ ഇതതിൻ്റെ മേലെ, ഇനി ഇത് നടു പൊളിക്കണമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലേ. ഇതിങ്ങനെ ഇങ്ങനെ 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 മൂടി വെച്ച് ഇനി കറിവേപ്പില ഇല്ല കേട്ടോ കൊടുക്കാൻ. തീ ഞാൻ ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് ചൂടായാൽ മതിയല്ലോ. എൻ്റെ തീ ഓഫ് ചെയ്യണം. കുറച്ച് പച്ച ഒഴിക്കണം ഇട്ട് കൊടുക്കാം. മതിട്ടാ. നമ്മുടെ മുട്ട ചെമ്മീൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഇത് വരയ്ക്ക് ഇങ്ങനത്തെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ പുളി കുരുമുളക് ചിലതൊന്നും ചവഞ്ഞിട്ടില്ല ചാക്ക ഇടിച്ച കാരണേ. ഇപ്പൊ പുളിവെള്ളം ഒഴിച്ചപ്പോഴാണ് അവിടെ എവിടെയും പൊന്തി കിടക്കണത് കണ്ടത്. ഉപ്പൊക്കെ കറക്റ്റായിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ തള വരാറാവട്ടെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കട്ടെ. ദേവട്ടി കഴിച്ചിട്ട് ബാക്കി വെച്ച നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ രസം അങ്ങനെ റെഡി ആയിട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചു കേട്ടോ. കിച്ചണിലെ ഡ്യൂട്ടികളൊക്കെ അവസാനിച്ചു. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ചെയ്യാൻ പോകണമല്ലോ. അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീനും മുട്ടയും കൊണ്ടുള്ള അവിയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നൂൽപ്പെട്ടും മുട്ടക്കറിയായി ഇനി വേഗം പോയി ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.